ഒടുവിൽ ആ ഞെട്ടിക്കുന്ന സത്യങ്ങൾ സുമിത്ര അറിയുന്ന നിമിഷം, രഞ്ജിതയുടെ കയ്യിൽ നിന്നും തന്നെ ആ അബദ്ധം, കുടുംബവിളക്ക് വഴിത്തിരിവിലേക്ക്. നമ്മുടെ സുമിത്ര നമ്മുടെ രഞ്ജിതയുടെ വായിൽ നിന്നും തന്നെ കേൾക്കുന്നുണ്ട്, അനിരുദ്ധിനെ നമുക്കൊന്ന് കാണണമെന്നും അനിരുദ്ധ് എവിടെയാണ് താമസിക്കുന്നത് എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്നും നമ്മുടെ രഞ്ജിത ഭർത്താവിനോട് പറയുന്ന ആ കാര്യങ്ങൾ തന്നെ നമ്മുടെ സുമിത്ര കേൾക്കുന്നുമുണ്ട്. ശേഷം സുമിത്ര അവരുടെ അടുത്തേക്ക് വന്ന് എന്തൊക്കെയോ ചോദിക്കുന്നതും കാണാം. അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മുടെ പങ്കജ് നമ്മുടെ രഞ്ജിതയെ മാറ്റി നിർത്തി ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മ ഓരോ വാക്കുകളും സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ, വായിൽ നിന്ന് ഒരബദ്ധവും വന്നു പോകരുതെന്നൊക്കെ, സുമിത്രാൻ്റെ സൂക്ഷിക്കണമെന്നൊക്കെ ഇങ്ങനെ പലതും പറയുന്നുണ്ട്. ശേഷം നമ്മുടെ സുമിത്ര ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ പൂജയോടൊക്കെ പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ ആ സ്റ്റോർ റൂമിൽ നിന്നും കിട്ടിയ ആ തെളിവുകൾ, ആ ഒരു ഡയറി ഇവിടെ സുമിത്ര പൂജയ്ക്കും കാട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൂജ പറയുന്നുണ്ട്, അപ്പോൾ ഇതൊക്കെ ധാരാളം മതിയല്ലോ, ഇനി നമുക്ക് നമ്മുടെ കാര്യം ചെയ്യാമല്ലോ എന്നിങ്ങനെ സുമിത്രയോട് പറയുന്നുണ്ട്. അപ്പോൾ സുമിത്ര പറയുന്നുണ്ട്, നിൽക്ക് ഇനിയും വെയിറ്റ് ചെയ്യും, കുറച്ചും കൂടി കഴിയട്ടെ എന്നിങ്ങനെ സുമിത്ര പറയുന്നുണ്ട്. ശേഷം നമ്മുടെ സ്വരമോൾ അനിരുദ്ധിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നതാണ് നമ്മൾ കാണുന്നത്. വേറെ ഒന്നുമില്ല, നമ്മുടെ ടീച്ചറമ്മയുടെ സെയിം മുഖം തന്നെയാണ് അച്ചമ്മയ്ക്കുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കേട്ടിട്ട് നമ്മുടെ അനിരുദ്ധ് ഇങ്ങനെ എന്താണ് കൊച്ചിങ്ങനെ പറയുന്നതെന്ന് ഇങ്ങനെ ഒരു ഞെട്ടലോടെ നിൽക്കുന്ന ആ ഒരു രംഗത്തോടെയാണ് നമ്മുടെ പ്രൊമോ അവസാനിക്കുന്നത്. അപ്പം നമ്മുടെ ഏതാണ്ടും രഹസ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ. നമ്മുടെ സുമിത്ര അനിരുദ്ധിൻ്റെ ആ രഹസ്യങ്ങളും അറിഞ്ഞു. അനിരുദ്ധ് ഇനി താമസിയാതെ സ്വരമോളിൽ നിന്നും നമ്മുടെ സുമിത്ര ജീവനോടെ ഉണ്ടെന്നുള്ള രഹസ്യവും എങ്ങനെ പരസ്യമാകാൻ പോകുകയാണ്. അപ്പോൾ ആ നിർണായക മുഹൂർത്തങ്ങൾക്കായി കാത്തിരുന്ന് കാണാം കുടുംബവിളക്ക്. ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബൈ.